വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. രണ്ട് സൂപ്പർ വാർത്തകളാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. മാറുന്ന ലോകക്രമം, അതിൽ ഇന്ത്യയുടെ വലിയ പങ്ക്. ഇന്ത്യയെ പല രാജ്യങ്ങളും ഭയപ്പെടുന്നു. ഇന്ത്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത രാജ്യങ്ങൾ അതിന്റെ ദുരനുഭവം ഉണ്ടാകുന്നു. മറിച്ച് ഇന്ത്യയെ ശത്രുവായി കണ്ടിരുന്ന ഒരു രാജ്യം ഇന്ത്യയോട് ഇണങ്ങുന്ന പല സിമ്പിൾസും കാണിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഇന്ത്യ ഈ TRF, ലഷ്കർ ഇ തൊയ്ബയുടെ പ്രോക്സി ആയിട്ടുള്ള പഹൽഗാമിൽ ആക്രമണം നടത്തിയ ആ ടെററിസ്റ്റ് ഓർഗനൈസേഷനെ അവിടെ നിരോധിക്കണം എന്നുള്ള നീക്കത്തിലായിരുന്നു ഇന്ത്യ മുന്നോട്ട് പോയത്. അവർ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം, ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയത്. അപ്പൊ നമുക്കറിയാം, UN ഏത് സമയം ഇന്ത്യ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നാലും അതിന് തടയിട്ടാൻ നിൽക്കുന്നത് ചൈനയാണ്. ചൈനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചൈന പാകിസ്ഥാനോടൊപ്പം ആ സമയത്ത് വലിയ കൂട്ടായിരുന്നു, വലിയ ചങ്കുമായിരുന്നു. പക്ഷേ അവസാനം പാകിസ്ഥാൻ അടിച്ച് അണ്ണാക്കി കൊടുത്തു. അപ്പൊ പിന്നെ ചൈനയ്ക്ക് മനസ്സിലായി. പിന്നെ ഈ റഷ്യ ചൈനയുമായിട്ട് ഇടപെട്ട് ഇന്ത്യ ഏഷ്യയിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉയർന്നു വരുന്നത് ചൈന മനസ്സിലാക്കി. ഇന്ത്യയുടെ കൂടെ നിൽക്കാനാണ് ചൈന ഇപ്പൊ താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇത്തവണ ചൈന അതിന് കുറുക്ക് വെച്ചിട്ടില്ല, ചൈന മൗനം പാലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിദഗ്ധരെല്ലാം പറയുന്നത് ഇത് ചൈന ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് രക്ഷപ്പെട്ടു, അതായത് ചൈന നമ്മുടെ ഭാഗത്തോട്ടായി. രണ്ടാമത്തെ ഒരു റിപ്പോർട്ടാണ് അതിഗംഭീരമായിട്ടുള്ള റിപ്പോർട്ട്. ഈ അർമേനിയയും അസർബൈജാനും തമ്മിൽ എപ്പോഴും യുദ്ധമുഖത്താണ്. ഈ വാർ ഫ്രണ്ടിൽ അവർ നിൽക്കുമ്പോൾ ഈ അർമേനിയക്ക് ആയുധം കൊടുക്കുന്നത് മുഴുവൻ ഇന്ത്യയാണ്. ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൂടുതൽ ആയുധങ്ങൾ അവർ വാങ്ങാൻ തുടങ്ങി. ഈ ആയുധങ്ങൾ അർമേനിയ അസർബൈജാനിൽ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വൻ അടിയാ കൊടുത്തത്. കിടുങ്ങിപ്പോയി അസർബൈജാൻ. ഈ അസർബൈജാൻ ഈ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസർബൈജാൻ ഇത്തവണ പലപ്പോഴും വിചാരിച്ചിരുന്നത് ഇന്ത്യയുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക പ്രഹരശേഷി ഇല്ലാത്ത ആയുധങ്ങളാണെന്നാണ് അസർബൈജാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ അടി കിട്ടിയപ്പോൾ അവർക്ക് അവരുടെ യുദ്ധതന്ത്രം ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് മുമ്പിൽ മാറ്റേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പലതും സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ആയുധങ്ങൾ ഗുണമേന്മയുള്ളതും കൃത്യമായ ലക്ഷ്യം ഭേദിക്കുന്നതുമാണെന്ന് അർമേനിയ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനും ഇപ്പോൾ അർമേനിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അസർബൈജാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള മേൽക്കൈ അർമേനിയയ്ക്ക് നേടിക്കൊടുക്കാൻ ഇന്ത്യൻ ആയുധങ്ങൾ സഹായിച്ചു എന്ന് അർമേനിയ പറയുന്നുണ്ട്. കൂടുതൽ ആയുധം വാങ്ങാനായിട്ട് അർമേനിയൻ പ്രതിനിധി സംഘം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോ ഇതില് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ നിലവിൽ അവരുടെ യുദ്ധത്തിൽ അവർ ഉപയോഗിക്കുന്നത് പിനാക്ക റോക്കറ്റ് ലോഞ്ചർ, ലോയ്റ്ററിംഗ് മ്യൂണിഷ്, പ്രസിഷൻ ഗൈഡഡ് ആർട്ടിലറികൾ എന്നിവയാണ് അവർ ഫലപ്രദമായിട്ട് ഇപ്പോൾ അവർ ഉപയോഗിച്ച് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം പലതും ആദ്യമായിട്ടാണ് അർമേനിയ ഒരു സൈനിക സംഘർഷത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അർമേനിയക്കുള്ള ഏറ്റവും വലിയ ഒരു ഇന്ത്യയോടുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത്, ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ആയുധങ്ങൾക്ക് വേണ്ട ടെക്നിക്കൽ അസിസ്റ്റൻസും ഇന്ത്യ ആ യുദ്ധമുഖത്ത് അർമേനിയക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ആയുധങ്ങൾ അർമേനിയക്ക് കൊടുക്കുന്ന കമ്പനികളുടെ വൻ പിന്തുണയും, ഈ ആയുധങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേടുപാടുണ്ടെങ്കിൽ ഉടനെ തന്നെ അസിസ്റ്റൻസിന് കമ്പനി എത്തും. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു വലിയ ഒരു നേട്ടവും അർമേനിയക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അസർബൈജാനുമായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് വിലക്കുറവും ഗുണമേന്മയുമുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് അർമേനിയ ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. മുമ്പ് അവർ റഷ്യയിൽ നിന്നാണ് കേട്ടോ ആയുധം മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നും ഇപ്പോൾ മാറി ഇങ്ങോട്ടേക്ക് അവർ വന്നിരിക്കുകയാണ്. കൃത്യവും ലക്ഷ്യവുമായിട്ട് ലക്ഷ്യം ഭേദിച്ച്. അസർബൈജാൻ നമുക്കറിയാം തുർക്കിയുടെ സഖ്യകക്ഷിയാണ്. നേരത്തെ അർമേനിയയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അർമേനിയ ആയുധങ്ങൾ വാങ്ങിച്ചപ്പോൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നടന്ന ടീമാണ്. എന്നിട്ട് നമ്മുടെ ബാക്ക്ഡോറിൽ വന്ന് മുട്ടിയിട്ട് പറയുന്നു, അതെ 2 ബ്രഹ്മോസ് ഞങ്ങൾക്ക് കൂടെ വേണം എന്ന് പറഞ്ഞ ടീമാണ്. സൈപ്രസിനും കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ തുർക്കിയിലോട്ട് അത് അടിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ തുർക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു കിടിലൻ വാർത്ത എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് തുർക്കിയെ സംബന്ധിച്ച്. അതുകൂടെ പറഞ്ഞു പോവാം. തുർക്കിയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നുണ്ട്. 44 പ്രദേശങ്ങളിലാണ് കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. ഉഷ്ണ തരംഗം കൊണ്ടുണ്ടാകുന്ന സെറ്റപ്പിലാണ് ഈ കാട്ടുതീ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. 44 പ്രദേശത്ത് പല ഗ്രാമങ്ങളും തുർക്കിയിൽ കത്തി നശിച്ചു. നമ്മൾ ഈ കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ ഏകദേശം ഏതെങ്കിലും ഒരു സ്ഥലത്തല്ലേ പടർന്നു പിടിക്കുക. ഇത് ഒരു സ്ഥലത്ത് തീ അണയുമ്പോൾ അടുത്ത സ്ഥലത്ത് തീ പടരും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ ശാപമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ 2 വാർത്തകൾ എങ്ങനെ നോക്കിക്കാണുന്നു? ലോകക്രമത്തിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായിട്ട് വളരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സിമ്പൽ അല്ലേ ഇത്? അല്ല, ഈ കാട്ടുതീ പടരുന്ന ഡിവൈഎഫ്ഐക്കാർ അറിഞ്ഞു. അവർ ഈ ആമസോൺ വനത്തിൽ തീ പടർന്നപ്പോ ഇത് തുർക്കി പടരുന്ന അറിഞ്ഞോ എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിലാണ്, വന്നിട്ടില്ല. ഡിവൈഎഫ്ഐ കന്യാസ്ത്രീകളുടെ പറയുക, അത് കഴിഞ്ഞു വരും പറയാം. കഴിഞ്ഞു വന്നിട്ട് ബ്രസീൽ ഇവിടുത്തെ തുർക്കിയിലെത്തി അണയ്ക്കാൻ ഏത് പോസ്റ്റ് ഓഫീസാണോ ദൈവമേ. ഏതായാലും നമുക്ക് ഇതിനകത്തിട്ട് പോവാം. നമ്മള് കഴിഞ്ഞ ഒരു 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ കണ്ട കാര്യം, ലോകത്തില് നമ്മൾ മുൻകാലങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ ഒരു ഐക്യം രൂപപ്പെട്ടു വരുന്നു ചില രാജ്യങ്ങൾ തമ്മിൽ.
ശത്രു മിത്രമാകുന്നു, ശത്രുവിനെ തകർക്കാൻ മിത്രങ്ങൾ രംഗത്തിറങ്ങുന്നു, ചില ഐക്യങ്ങൾ രൂപപ്പെടുന്നു. ഇത് നമുക്ക് കാണാൻ കഴിയും. ഈ അർമേനിയയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അർമേനിയ രണ്ട് തരത്തിലായിരിക്കണം ആക്രമിച്ചത്. ഒന്ന്, ഇപ്പോൾ റഷ്യയും അസർബൈജാനും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് തന്നെ ഈ വിമിക്സിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തിരുന്നൊരു വിഷയം കൂടിയാണ്. ഈ ഒരു അവസരം മുതലായിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ കൊടുത്ത ആയുധങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമായിരിക്കാം അസർബൈജാനായിട്ട് ഇപ്പോൾ ഒരു അടി നടക്കുന്നത്. പിന്നെ അസർബൈജാൻ അർമേനിയ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ പുതുമയുള്ള സംഭവമൊന്നുമല്ല. ആ അതിർത്തി തർക്കം നിലനിൽക്കുന്നിടത്തോളം കാലം അതങ്ങനെ തുടരുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരെണ്ണം നടന്നിരിക്കുന്നു. ഇന്ത്യയുടെ ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനപ്പുറം ഒരിക്കൽ കൂടി ഒരു യുദ്ധമുഖത്ത് പരീക്ഷിച്ച് ജയിക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച. കുറച്ചുകൂടെ നമുക്കൊരു വിശ്വാസത കൂടിയിരിക്കുന്നു, ആയുധങ്ങൾക്കുള്ള ഡിമാൻഡ് കൂടിയിരിക്കുന്നു എന്നുള്ള കാഴ്ച. ഇതിനേക്കാൾ എന്നെ അമ്പരപ്പിച്ച ഒരു വാർത്ത ധനുഷ് രണ്ടാമത് ആദ്യം പറഞ്ഞത്, ചൈന ഐക്യരാഷ്ട്ര സഭയില് കഴിഞ്ഞ ദിവസം ഈ പഹൽഗാവ് ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്ത TRF ഒരു വിദേശ ഭീകര സംഘടനയാണെന്നും ഒരു നിരോധിത സംഘടനയാണെന്നും ഒരു പ്രമേയം പാസാക്കിയപ്പോൾ അതിനെ വീറ്റോ ചെയ്യുവാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താനോ ചൈന വന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ചൈന പാകിസ്ഥാനുമായിട്ട് അകലുകയാണ് പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞിരുന്നു. കാരണം അമേരിക്കയുടെ പക്കൽ നിന്ന് ആയുധം വാങ്ങാൻ പാകിസ്ഥാൻ തീരുമാനിച്ചതിന് ശേഷം ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വലിയ കരാറും ഒക്കെ ഉണ്ടെന്ന് മുനീർ പറഞ്ഞു. പക്ഷെ അന്നേരം ചൈനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. അത് മാത്രവുമല്ല, ഷാങ്ഹായ് ഉച്ചകോടിയിൽ ജയശങ്കർ പങ്കെടുത്തപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ഭീകരവാദത്തെ എവിടെയായിരുന്നാലും ഞങ്ങൾ ആ ഭീകരവാദത്തെ എതിർക്കുന്നു. അതായത് പ്രാദേശികപരമായ, അതായത് ഒരു വിദേശത്ത് ഉള്ള രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ ഒരു രാജ്യത്ത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും എന്ന് ചൈന പറഞ്ഞു. ആദ്യമായിട്ടാണ് ചൈന അങ്ങനെ ഒന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ഇവിടെ പാകിസ്ഥാൻ വന്നിങ്ങനെ ഭീകരവാദികളെ കയറ്റിയിട്ട് ആക്രമണം നടത്തുമ്പോഴൊന്നും ചൈനയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കമന്റ്സ് ഒന്നും വരാറില്ല. പക്ഷെ ഇത് അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞു. അതിനുശേഷം ചൈന ചില നുടുക്ക് വിദ്യകളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇറക്കുന്നുണ്ട്. അത് അവരുടെ സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമാണ്. ഈ റയർ മെറ്റീരിയൽസ് നമുക്ക് തരത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ഏതായാലും അതിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ വർഷത്തെ നമ്മളുടെ ഈ ബിസിനസ്സുകൾ നോക്കി, ട്രേഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടത്തിയിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. നമ്മൾ ചൈനയുമായിട്ട് നടത്തിയിട്ടുണ്ട്. ട്രേഡിംഗ് കുറച്ചുകൂടി വിപുലപ്പെടുത്തി നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങോട്ടേക്ക് കയറിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ട്രേഡിംഗ് പോകും. ഇപ്പൊ ഇതെന്താണ് ഇപ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിക്കുന്നതിന് കുറെ കാരണമുണ്ട്. എല്ലാവർക്കും നിലനിൽപ്പിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. കാരണം ഈ താരിഫ് ട്രംപ് എടുത്ത് പയറ്റുമ്പോൾ അതിനകത്ത് ഒരു പ്രധാന ഘടകം റഷ്യയാണ്. അവരെല്ലാം ഉന്നം വെക്കുന്നത്. റഷ്യ തകർന്നു കഴിഞ്ഞാൽ അതിന്റെ അച്ചുതണ്ടിൽ നിൽക്കുന്ന ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ ക്ഷീണം സംഭവിക്കും എന്ന് മാത്രമല്ല, ഏഷ്യയിലെ ജിയോഗ്രാഫിക്കൽ ആ ഒരു ജിയോ പൊളിറ്റിക്സ് തന്നെ മാറ്റിമറിക്കപ്പെടും. അത് അനുവദിക്കാൻ ഇന്ത്യയും ചൈനയും തയ്യാറാകുന്നില്ല. അവിടെ ഇവർ തമ്മിൽ ഒരുപക്ഷെ കൈകോർക്കാനൊരു സാധ്യതയും കാണും എന്ന് കരുതി നാളെ ഇവർ തമ്മിൽ തോളത്ത് കൈയിട്ടുണ്ട് ആയുധമെടുത്ത് അമേരിക്കയ്ക്കെതിരെ പോരാടുമെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ആ യുദ്ധം എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ യുദ്ധം എന്നതിനേക്കാൾ ഉപരി പ്രതിരോധം എന്ന നിലയിലേക്ക് ഇന്ത്യയും ചൈനയും മാറുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്ന ഒരു രീതി കാണുന്നുണ്ട്. അത് പ്രതിരോധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇന്ത്യയും ചൈനയും കൂടുതൽ വിപണി തുറന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇനി അങ്ങോട്ടേക്ക് എന്തുമാത്രം വിപണി കിട്ടും എന്നുള്ളതും അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തുമാത്രം വിപണി തുറന്നു കൊടുക്കും എന്നുള്ളതും അറിയില്ല. എങ്കിൽ പോലും വിപണികൾ തുറന്നു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ഡീലിങ്സിലൂടെങ്കിലും ഇവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ഇരു രാജ്യത്തിനും കുറച്ചെങ്കിലും നികത്താൻ കഴിയും. മറ്റൊന്ന്, ഇപ്പോൾ ഈ അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന ഒരു പാകിസ്ഥാനിലുള്ള അവരുടെ ഒരു ഇൻവേഷൻ തന്നെ നമുക്കത് പറയേണ്ടി വരും. കാരണം മുമ്പ് റഷ്യയെ തുരത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ പാകിസ്ഥാൻകാർ അമേരിക്കയെ സഹായിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തിക്തഫലമാണ് ഇന്നും ആ രാജ്യം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, പാകിസ്ഥാനിലെ പ്രതിപക്ഷ പാർട്ടികളാണ് പറഞ്ഞത്. കാരണം ഇന്നും അതേ നിലയിലാണ് അവർ പോകുന്നത്. കാരണം അമേരിക്കയുടെ ഒരു അടിമ രാജ്യമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇപ്പോഴും പോകുന്നു. ഇപ്പോഴും അമേരിക്ക പറയുന്ന ഓഫറുകളും അല്ലെങ്കിൽ അമേരിക്ക വെക്കുന്ന ആ ഒരു ഡിമാൻഡുകളുമാണ് അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അമേരിക്ക കൂടുതലായി പാകിസ്ഥാനിലേക്ക് പിടിമുറുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ചൈന ഭയക്കുന്നത് മറ്റൊന്നുമല്ല, അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊന്നും അല്ല അവർ ഭയക്കുന്നത്. അവരെ ഭയപ്പെടുത്തുന്നതും അതല്ല. പകരം അവർ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൈനയ്ക്കും ഇന്ത്യക്കും ബദലായിക്കൊണ്ട് അമേരിക്ക അവരുടെ ഒരു വലിയ ബേസ് പാകിസ്ഥാനിൽ വളർത്തിക്കൊണ്ട് വന്നാൽ അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു ഏഷ്യൻ മേഖലയിലേക്ക് കടന്നു കയറുക എന്ന് കരുതുന്ന അമേരിക്കയ്ക്ക് അത് കുറച്ചുകൂടെ ഗുണം ചെയ്യും. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇന്ത്യയും ചൈനയും ഒക്കെ അഫ്ഗാനിസ്ഥാനുമായി നല്ലൊരു ബന്ധത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആ ബന്ധം ദൃഢമാക്കുന്നു.
ഒപ്പം തന്നെ നമ്മൾ ഇറാനുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുന്നതും അങ്ങനെയാണ്. കാരണം ചുറ്റോട് ചുറ്റും നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് പ്രകടമായ ഒരു മാറ്റം എന്ന് നമുക്ക് പറയേണ്ടി വരും. സമീപകാലങ്ങളിലെല്ലാം ഐക്യരാഷ്ട്രസഭയിൽ ഇങ്ങനത്തെ പ്രമേയങ്ങളും മറ്റും വരുമ്പോൾ സ്ഥിരമായി പാകിസ്ഥാനെ വീറ്റോ ചെയ്ത് രക്ഷപ്പെടുത്തുന്ന ഒരു രാജ്യം ചൈനയാണ്. അതിൽ നിന്ന് അവർ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം അവിടെ പാകിസ്ഥാന് വേണ്ടി വാദിക്കാൻ ആരുമില്ലായിരുന്നു. അമേരിക്ക വാദിച്ചതന്നെ, പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അമേരിക്ക വെട്ടിൽ വീണുപോയി. നേരത്തെ തന്നെ അവര് TRF ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അങ്ങനെ വന്നാ ഇല്ലെങ്കിൽ അവര് ചെയ്ത തന്നെ. പിന്നെ നമുക്ക് തുർക്കിക്ക് ഒന്നും തുർക്കിക്ക് പിന്നെ അവിടെ റോളൊന്നുമില്ല. അതുകൊണ്ട് അതും സംഭവിക്കാൻ സാധ്യതയില്ല. ചൈന അവിടുത്തെ ബുദ്ധിപൂർവ്വം മാറി. പിന്നെ റഷ്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണ്ടും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവർ അതിനകത്ത് താല്പര്യപ്പെടുന്നു. അപ്പൊ ഇവിടെ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ശക്തി കുറച്ചുകൂടെ സ്ട്രോങ് ആകുന്നു. ഈ ചൈന ഇന്ത്യ തർക്കങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കുന്നു എന്ന് മാത്രമല്ല, കുറച്ചുകൂടി രമ്യതയിൽ പോകാൻ. കാരണം ഇരു രാജ്യങ്ങളെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിലവിൽ ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അവർക്ക് അവരുടെ സാമ്പത്തിക ചൈന ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം, അവർ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ചൈന ഇപ്പോൾ കടന്നു പോകുന്നത്. വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ചൈനയിൽ. അപ്പം അവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും തായ്വാനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇതിനെ മറച്ചു പിടിക്കാൻ അവർ ശ്രമിക്കുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ഇനിയിപ്പം നമ്മുടെ ഇപ്പോഴത്തെ അവിടുത്തെ ഭരണാധികാരി ഷീ ജിൻ പിങ്ങിന് 2 വർഷം കൂടെ അവശേഷിക്കുന്നുള്ളൂ ഇനി അധികാരം തീരാനായിട്ട്. 2027 അദ്ദേഹം ഇറങ്ങണം, അതായത് അവരുടെ നിയമപരമായിട്ട് തന്നെ. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹത്തിന് ഈ സാമ്പത്തിക രംഗം കൃത്യമാക്കേണ്ടതായിട്ടുണ്ട്, സ്റ്റെബിലിറ്റി ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്വാൻ പിടിച്ചെടുത്ത് വീരഇതിഹാസം രചിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ചൈനയിൽ ഉയരുന്ന വലിയ ജനവികാരമുണ്ട്. ഈ സാമ്പത്തിക രംഗം തകർന്നപ്പോൾ അതിനെ തടയിടേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോഴതിനെ തടയിട്ടില്ലെങ്കിൽ വരുന്ന കുഴപ്പം. കാരണം ഈ താരിഫിന്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ അത് ഇന്ത്യയിലും വരും. ഈ താരിഫിന്റെ ഒക്കെ വലിയ പ്രശ്നം വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ ഇലക്ട്രോണിക്സിൽ, ആഭരണ നിർമ്മാണം, ഈ മേഖലയിലൊക്കെ വലിയ തൊഴിൽ നഷ്ടം നമുക്ക് വരും. കാരണം കയറ്റുമതി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കുറയുമ്പോൾ തൊഴിലാളികളുടെ ഇതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയിലാണ് ഇപ്പോൾ ചൈന നിൽക്കുന്നത്. ഒരുപാട് പേരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു. അപ്പൊ ആ പ്രതിഷേധം എല്ലാം കൂടെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു അറ്റാക്ക് അനിവാര്യമായ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം തായ്വാന്റെ മുകളിൽ കൂടെ ചൈന അവരുടെ ഫൈറ്റർ ജെറ്റുകൾ പറത്തിയത്. അങ്ങനെ ഒരു അടി വരികയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഈ പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ട് അമേരിക്ക ലാൻഡ് ചെയ്താൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അമേരിക്ക എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പ്ലാനിങ് മുഴുവൻ നടത്തുന്നത്. പാകിസ്ഥാൻ അവർക്ക് ഈ എണ്ണയ്ക്ക് കരാറ് കൊടുത്തിട്ട് ഇന്ത്യയുടെ എണ്ണ കൂടി മുട്ടിക്കാനല്ല അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം അവിടെ ഒരു ബേസ് തുറന്നുകൊണ്ട് തായ്വാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും ബദലായിക്കൊണ്ട് അമേരിക്കയുടെ ഒരു ബേസ് നമ്മുടെ അടുത്ത് സ്ഥിതി ചെയ്യുക. കാരണം ഇന്ത്യയും അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ബംഗ്ലാദേശിലും ഒക്കെ അങ്ങനെ വരുന്നത് ഒക്കെ നമ്മൾ വലിയ രീതിയിൽ എതിർത്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, കാരണം ബംഗ്ലാദേശിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഈസി ആയിട്ട് പാകിസ്ഥാനിൽ കടന്നു വരാം. ബംഗ്ലാദേശിൽ കടന്നു വരിക അല്പം പ്രയാസകരമാണ്. ഒരുപക്ഷെ ഭാവിയിൽ വന്നേക്കാമായിരിക്കും. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാകിസ്ഥാനിൽ അങ്ങനെയല്ല. ഓൾറെഡി അവർക്ക് അവിടെ സേനാ ബേസുകളുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. നമുക്ക് കണ്ടിട്ടുള്ളതാണ്. ഈ അഫ്ഗാനിസ്ഥാനിൽ മറ്റേ ഭീകരവാദികളെ തുരത്താൻ വേണ്ടിയിട്ട് ഈ അമേരിക്ക വന്നപ്പോഴൊക്കെ അവർക്ക് ബേസുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ ഏതായാലും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു 48 മണിക്കൂറിൽ ആകപ്പാടെ ഒരു മാറിമറിയുന്ന അവസ്ഥ. ഇപ്പൊ അസർബൈജാൻ അർമേനിയ സംഘർഷത്തിൽ നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിന്റെ കൃത്യത അവർക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആയുധ വിപണിയുടെ ഒരു കാര്യം നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ട്രംപിന്റെ ഉപരോധം, അത് വരുത്തി വെക്കുന്ന പൊല്ലാപ്പുകൾ, ട്രംപിന്റെ താരിഫ്, ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് ഇന്ത്യയും ചൈനയും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് ജനങ്ങളുടെ താല്പര്യമാണ് ഞങ്ങൾക്ക് വലുത്. അതിന്റെ അർത്ഥം കൃത്യമായി തന്നെ ആണ്, റഷ്യയിൽ നിന്ന് ഞങ്ങൾ ഇനിയും എണ്ണ വാങ്ങും. ഇപ്പൊ ട്രംപിനെ ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യ അവരുടെ ആയുധങ്ങൾ വാങ്ങുന്നതിൽ 60% റഷ്യയിൽ നിന്നാണ്. ഈ റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധം വാങ്ങുന്നതും എണ്ണ വാങ്ങുന്നതുമാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. നമ്മൾ ഇപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ US നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്നത്. കാരണം ആയുധങ്ങൾ തരാതിരുന്നൊരു കാലഘട്ടമുണ്ട്. അമേരിക്ക നമുക്ക് ആയുധം തന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ആയുധം വാങ്ങൂ എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് അമേരിക്ക എത്തി നിൽക്കുമ്പോൾ അപ്പോഴും നമ്മൾ റഷ്യ വലിയ രീതിയിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ പരാതി. പക്ഷെ റഷ്യ ആശ്രയിക്കുന്നതല്ല. നമ്മളിപ്പോൾ നമ്മുടെ ബാക്കി എന്ന് പറയുന്നത് നമ്മൾ സ്വയം ആയുധങ്ങൾ നിർമ്മിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇങ്ങനെയൊക്കെ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരു സന്ദർഭം. അതിനിടയിലാണ് പ്രകൃതിയും ചില വികൃതികൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുനാമി വരുന്നു, ഭൂകമ്പം വരുന്നു, ഇപ്പൊ അതേ പറയുന്ന കാട്ടുതീ വരുന്നു. അങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വലിയ ഒരു ഇതിലേക്കാണ് രാജ്യങ്ങൾ തമ്മിൽ പോകുന്നത്. അതായത് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുന്ന അവസ്ഥയിലാണ് പലതും. ഈ പുട്ടിൻ ഇനി എന്താണ് അടുത്ത നീക്കം എന്ന് നമുക്ക് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. കാരണം പുള്ളിയെ ഇല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നിന്ന് ഈ എണ്ണയും മറ്റും നമുക്ക് വാങ്ങുന്നവർ ഒരുപാട് വരിഞ്ഞു മുറുകി കഴിഞ്ഞാൽ
പുള്ളി അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ ഏതെങ്കിലും നാറ്റോ സഖ്യത്തിന് രാജ്യങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെയോ അദ്ദേഹം ഒരു അറ്റാക്ക് നടത്താൻ സാധ്യതയുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കൂടെ വലിച്ച് ഈ യുദ്ധത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും നിലവിൽ ജർമ്മനിയൊക്കെ ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുകയാണ് ഏറ്റുമുട്ടലിന്. അപ്പം എങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം UK-ലോ ജർമ്മനിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് സ്വാഭാവികമായി അതൊരു വേൾഡ് വാറിന്റെ രീതിയിലേക്ക് വരും. അപ്പം റഷ്യ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മളും ചൈനയും അമേരിക്കയും എല്ലാരെയും കൂടെ നമ്മൾ പറയില്ലേ നീയും കുടുങ്ങും എന്ന് പറയുന്നത് എല്ലാരെയും കൂടെ കൂട്ടമായി പിടിച്ച് മുങ്ങിത്താഴാൻ പോകുന്ന ഒരു കൈ കിട്ടി കഴിഞ്ഞാൽ അവരെയും കൂടെ വലിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞാൽ ഈ കരയിൽ നിൽക്കുന്ന എല്ലാവരെയും കൂടെ വലിച്ച് താഴെ ഇടുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറും. അതിനുള്ള ശ്രമം ഒരുപക്ഷെ പുട്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൂടുന്നില്ല. 1-2 മിസൈൽ പോയാൽ പോരെ. കാരണം പുട്ടിനെ സംബന്ധിച്ച് രാജ്യം പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹങ്ങളൊന്നുമില്ല. പകരം അദ്ദേഹത്തിന് ജീവിക്കണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പോട്ട് സേഫ് ആയിട്ട് പോകണം. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചിലപ്പോൾ അങ്ങനത്തെ ഒരു കടുങ്കൈ ചെയ്തെന്ന് വരാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഖമേനി ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇനി വന്നാൽ ഞങ്ങൾ അമേരിക്ക തീർത്തുകളയെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപ് ആണെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിക്കൊണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ജഗപകയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 48 മണിക്കൂറിനിടയ്ക്ക് വന്ന 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് മുമ്പ് ധനുഷ് പറഞ്ഞിട്ടുണ്ടെന്നും. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. എനിക്ക് അർമേനിയ അസർബൈജാനേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ചൈനയുടെ ഈ മനംമാറ്റം തന്നെയാണ്.